ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ വീട്ടിലെ ഗ്യാസ് കണക്ഷൻ റദ്ദാകാതിരിക്കാൻ ഇപ്പോൾ KYC ചെയ്യേണ്ടത് നിർബന്ധമാണ്. എന്നാൽ പലർക്കും ഇത് എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല. ഓഫീസുകൾ കയറി ഇറങ്ങാതെ, വരി നിൽക്കാതെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്വന്തമായി തന്നെ ഇത് ചെയ്യാവുന്നതാണ്. പുതിയ രീതിയിൽ എങ്ങനെ ഭാരത് ഗ്യാസ് KYC പൂർത്തിയാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫേസ് റെക്കഗ്നീഷൻ അഥവാ മുഖം കാണിച്ചുകൊണ്ട് മിനിറ്റുകൾക്കുള്ളിൽ ചെയ്യാവുന്ന പ്രോസസ്സാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഭാരത് ഗ്യാസ് യൂസേഴ്സ് ഉപയോഗിക്കുന്ന ഹലോ BPCL ആപ്പിൻ്റെ പുതിയ വേർഷനിൽ ഏത് ഓപ്ഷൻ വഴിയാണ് ഇത് ചെയ്യുന്നത് എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ LPG KYC ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമ്മുടെ ഫോണിൽ 2 ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒഫീഷ്യൽ ആപ്പായ ആധാർ ഫേസ് RD ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ഗ്യാസ് കണക്ഷൻ ഏത് കമ്പനിയുടെയാണോ ആ കമ്പനിയുടെ മൊബൈൽ ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി ആദ്യം നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ സെർച്ച് ബാറിൽ ആധാർ ഫേസ് RD എന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഇവിടെ താഴെയുള്ള ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ആപ്പ് നമ്മുടെ ഫോണിലൊന്ന് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആധാർ ഫേസ് RD ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് അടുത്തതായിട്ട് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നമ്മുടെ ഗ്യാസ് കണക്ഷൻ ഏത് കമ്പനിയുടെയാണോ ആ കമ്പനിയുടെ ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഭാരത് ഗ്യാസിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് KYC ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഭാരത് ഗ്യാസിൻ്റെ ഒഫീഷ്യൽ ആപ്പ് ഹലോ BPCL എന്നുള്ളതാണ്. അപ്പോൾ അതിവിടെ സെർച്ച് ബാറിലൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആപ്പ് ഇതുപോലെ വരുന്നതായിരിക്കും. ശേഷം ഇവിടെ ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് ഇവിടെ ഓപ്പൺ എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ആപ്പ് നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. തുടർന്ന് നെക്സ്റ്റ് എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള വിൻഡോ ആണ്. നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്നും ഇഷ്ടമുള്ളൊരു ലാംഗ്വേജ് സെലക്ട് ചെയ്യാവുന്നതാണ്. തുടർന്ന് താഴെയുള്ള അപ്ലൈ ലാംഗ്വേജ് എന്നുള്ള ഈ ഒരു ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എനേബിൾ ചെയ്യാവുന്നതാണ്. തുടർന്ന് ഇവിടെയുള്ള ഭാരത് ഗ്യാസ് ഫോർ ഹോം എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഇവിടെ താഴെയായിട്ട് സൈൻ ഇൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. തുടർന്ന് വരുന്ന ഭാഗത്ത് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് നൽകാനാണ് പറയുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഗ്യാസ് കണക്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മൊബൈൽ നമ്പറാണ് എൻ്റർ ചെയ്ത് നൽകേണ്ടത്. അപ്പോൾ ആ ഒരു മൊബൈൽ നമ്പർ ഇവിടെ നിന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് താഴെയുള്ള ചെക്ക് ബോക്സിലൊന്ന് ടിക്ക് ചെയ്ത് നൽകുക. അതിനുശേഷം താഴെയുള്ള ഗെറ്റ് OTP എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ഭാഗത്ത് OTP വെരിഫിക്കേഷൻ എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു OTP കോഡ് ഒന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമുക്ക് ഈ ഒരു ആപ്പ് ലോഗിൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു 4 MPIN സെറ്റ് ചെയ്യാനാണ് പറയുന്നത്. സെറ്റ് MPIN എന്നുള്ളതിൽ അവിടെ എൻ്റർ 4 ഡിജിറ്റ് MPIN എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 4 MPIN എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് താഴെ റീ എൻ്റർ 4 ഡിജിറ്റ് MPIN എന്നുള്ള ഭാഗത്ത് മുകളിൽ കൊടുത്ത 4 പിൻ നമ്പർ ഒരിക്കൽ കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് താഴെ കൺഫേം എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന ഭാഗത്ത് നമ്മുടെ ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ എനേബിൾ ചെയ്യണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അലോ എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓതൻറ്റിക്കേഷൻ എനേബിൾ ചെയ്യാവുന്നതാണ്. തുടർന്ന് നമ്മൾ ഈ ഒരു ഹോം പേജിലോട്ട് വരുന്നതായിരിക്കും. ഇനി ഈ ഒരു പേജിലോട്ട് വന്നില്ലെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ച ശേഷം വീണ്ടും വന്നാൽ മതിയാകും. അല്ല എങ്കിൽ വീണ്ടും MPIN നൽകിക്കൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. തുടർന്ന് നമ്മുടെ ലൊക്കേഷൻ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടതാണ്. തുടർന്ന് ഈ ഒരു പേജിൽ നമുക്ക് ഗ്യാസ് ഉടമയുടെ പേര്, ഡീറ്റെയിൽസ്, അതുപോലെ ഏജൻസി ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ്. തുടർന്ന് താഴെ KYC എന്നതിൽ ഈ ഒരു KYC ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാവുന്നതാണ്. ഇത് KYC ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. ചെയ്തിട്ടില്ല എങ്കിൽ ഇങ്ങനെയായിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഇവിടെയുള്ള കംപ്ലീറ്റ് KYC എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. KYC ചെയ്യാത്തവരുടെ ഹോം പേജിൽ ഇതുപോലെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. കംപ്ലീറ്റ് KYC എന്നായിരിക്കും. ഇവിടെയുള്ള ഈ ആരോ മാർക്കിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിലോട്ട് വരുന്നതായിരിക്കും. ഇത് ആധാറുമായി ബന്ധപ്പെട്ട കൺസെൻ്റ് ആണ്. അത് വേണമെന്നുള്ളവർക്ക് അവിടുന്ന് വായിച്ച് നോക്കാവുന്നതാണ്. അവിടെ താഴെയുള്ള പ്ലേ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്കത് പ്ലേ ചെയ്ത് കേൾക്കാനുള്ള ഓപ്ഷനുമുണ്ട്. തുടർന്ന് ഇവിടെ താഴെയുള്ള ചെക്ക് ബോക്സിലൊന്ന് ടിക്ക് ചെയ്ത് നൽകുക. തുടർന്ന് താഴെയുള്ള പ്രൊസീഡ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്.
തുടർന്ന് നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ട് വരുന്നതായിരിക്കും. അവിടെ നമ്മുടെ ഫേസ് ഓതൻറ്റിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് അവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അവിടെ പ്രധാനമായും 4 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് നിങ്ങളുടെ ഫേസ് ആ സർക്കിളിനുള്ളിൽ തന്നെയാണെന്നും ശരിയായ രീതിയിലാണെന്നും ഉറപ്പുവരുത്തുക. ആപ്പ് നിങ്ങളുടെ ഫേസ് കണ്ടെത്തി ക്യാപ്ചർ ചെയ്യുന്നത് വരെ അനങ്ങാതെ നിൽക്കുക. അടുത്തതായി പറയുന്നത് മുഖത്ത് നല്ല വെളിച്ചമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിറകിൽ നിന്നുള്ള ലൈറ്റ് ഒഴിവാക്കുക എന്നുള്ളതാണ് പറയുന്നത്. അടുത്തതായി പറയുന്നത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനാണ് പറയുന്നത്. അടുത്തതായി പറയുന്നത് സ്ക്രീനിൽ നിർദ്ദേശം കാണിക്കുമ്പോൾ കണ്ണുകൾ ചിമ്മാനാണ്. ചിത്രം ക്യാപ്ചർ ചെയ്യുന്നത് വരെ ഒന്നിലധികം തവണ കണ്ണുകൾ ചിമ്മേണ്ടി വന്നേക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള ചെക്ക് ബോക്സിലൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. തുടർന്ന് താഴെയുള്ള പ്രൊസീഡ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഫേസ് ക്യാപ്ചർ ചെയ്യുന്നതിനുള്ള ഈ ഒരു ഇൻ്റർഫേസിലോട്ട് വരുന്നതായിരിക്കും. LPG ഉടമയുടെ ഫേസാണ് ക്യാപ്ചർ ചെയ്യേണ്ടത്. നല്ല ലൈറ്റുള്ള സ്ഥലത്ത് നിന്നുകൊണ്ട് കറക്റ്റ് ഫേസ് ആ സർക്കിളിനുള്ളിൽ വന്ന ശേഷം ചുറ്റുമുള്ള റൗണ്ട് ഗ്രീൻ കളർ ആകുമ്പോൾ കണ്ണ് ഒന്ന് തുറന്ന് അടക്കേണ്ടതാണ്. ഇവിടെ ഡീഫോൾട്ടായിട്ട് ഫ്രണ്ട് ക്യാമറ ആയിരിക്കും ഓണായി വന്നിട്ടുണ്ടായിരിക്കുക. ഇനി നിങ്ങൾ മറ്റൊരാളുടെയാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ താഴെയുള്ള റൗണ്ട് ആരോയിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക് ക്യാമറ ഓപ്പണായി വരുന്നതായിരിക്കും. ഇത്തരത്തിൽ ഫേസ് കറക്റ്റ് ക്യാപ്ചർ ആകുന്നത് വരെ ആ ഒരു പ്രോസസ്സ് ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ 1-2 തവണയൊക്കെ ചെയ്യേണ്ടതായി വന്നേക്കാം. എന്നിട്ടും ശരിയാകുന്നില്ല എങ്കിൽ വീണ്ടും ക്ലോസ് ചെയ്ത ശേഷം വീണ്ടും ഓപ്പൺ ചെയ്തുകൊണ്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ശരിയായി ചെയ്തു കഴിഞ്ഞാൽ ബയോമെട്രിക് eKYC സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് എന്നുള്ളത് ഇതുപോലെ എഴുതി കാണിക്കുന്നതായിരിക്കും. തുടർന്ന് നമ്മുടെ മൊബൈലിലേക്ക് SMS ആയിട്ടും ലഭിക്കുന്നതായിരിക്കും. തിരിച്ച് നമ്മൾ ആ ഒരു ഹോം പേജിലോട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെ KYC എന്നുള്ള ഭാഗത്ത് ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ ഓൾറെഡി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് നമുക്ക് ആ ഒരു ചെയ്ത ഡേറ്റ് സഹിതം നമുക്കവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ വീട്ടിലിരുന്ന് തന്നെ ഭാരത് ഗ്യാസ് eKYC പ്രോസസ്സ് എങ്ങനെ പൂർത്തിയാക്കാമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഗ്യാസ് കണക്ഷൻ ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇത് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണിത്. ഇതുപോലുള്ള ഉപകാരപ്രദമായ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു നല്ല അറിവുമായി വീണ്ടും കാണാം.